ആദിയിലെ പോലെ ഇപ്പോഴും എല്ലാ ആത്മാക്കളെയും സുദ്രേഖാനയക്കണേ. പരിശുദ്ധമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. നേടുതലമായി ഈശോ നിരീക്ഷിക്കപ്പെടാനാവുന്നു. നേടുതലമായി ഈശോ നിരീക്ഷിക്കപ്പെടാനാവുന്നു. ശിഷ്യായ കരുണയ്ക്കുള്ളായി ആവശ്യപ്പെടുന്നു. എല്ലാ ആത്മാക്കളെയും ശ്രോതലേഖാനായി നമ്മുടെ ഇടയിൽ വസിച്ചു. മത്തായി സുവിശേഷകനും ലൂക്കാസ് സുവിശേഷകനും മർക്കോസ് സുവിശേഷകനുമൊക്കെയും പച്ചയായ ദൈവപുത്രന്റെ ചരിത്രപരമായ ചിന്തകൾ സുവിശേഷത്തിലൂടെ വരച്ചു കാട്ടുമ്പോൾ വളരെ പ്രതീകാത്മകമായി ദൈവപുത്രനെ വചനമായി യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നു. ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട യേശുവിന്റെ പ്രവചനവുമായി ബന്ധപ്പെട്ട 3-4 കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ ചിന്തയ്ക്ക് വിഷയീഭവിക്കാൻ വേണ്ടി ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറെ 92 വയസ്സ് വരെയുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. അവരെത്രയോ നാളുകളായി ക്രിസ്മസ് കൂടുന്നു, ആഘോഷിക്കുന്നു, അനുസ്മരിക്കുന്നു, ആചരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികളെ അവര് ഒത്തിരിയേറെ ആഘോഷത്തോടുകൂടി, പ്രഭയോടുകൂടി, വർണ്ണപ്പൊലിമയോടുകൂടി ഒക്കെ ഇതിനെ കാണുന്നു. ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അതിന്റെ 4 ചിന്തകൾ. നിങ്ങൾക്കായി ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു, ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഒരു അവതാര പുരുഷൻ കടന്നു വരുന്നത്, അല്ലെങ്കിൽ മറ്റു മതങ്ങളിലൊക്കെയും തിന്മയെ ഇല്ലാതാക്കുവാൻ നന്മ കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത് വ്യത്യസ്ത രൂപഭാവങ്ങളിലാണ്. ഇവിടെ ദൈവം തന്റെ രക്ഷകനെ അയക്കുന്നത് ഒരു മനുഷ്യ കുഞ്ഞിന്റെ രൂപത്തിലാണ്. എന്താണ് ഒരു ശിശുവിന്റെ രൂപത്തിൽ ദൈവം തന്റെ രക്ഷണീയ ദൗത്യത്തിന്റെ ആദ്യപടിയായിട്ട് വരാൻ കാരണം? മറ്റെല്ലാ രൂപങ്ങളും വരാറുണ്ട്. മറ്റു ഏതെങ്കിലും മൃഗങ്ങളുടെ രൂപത്തിലോ ഏതെങ്കിലും വസ്തുക്കളുടെ രൂപത്തിലൊക്കെ കടന്നു വരാമായിരുന്നു. ശിശു എന്ന് പറയുന്നത് നമ്മൾ ജനിപ്പിക്കുന്ന ഒരു ഒത്തിരിയേറെ ഒരു പ്രസവിക്കും യേശുവേ, അർഭകനുന്നതനായിരിക്കും. യേശുവന്നേകുക നാമവൻ പാരിൽ, ഈശസുതനെന്നു കേളി കേൾക്കും. ദേവദേവൻ കനിഞ്ഞേകും പിതാവായ ദാവീദിൻ സിംഹാസനമവനായി, ഇസ്രായേൽ മന്നനായി വാഴുമവനെന്നും നശ്വരമാകില്ലവന്റെ കാലിത്തോഴത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തോഴത്തിൽ പിറന്നവനേ, കരുണ ഓം ഗൗഡസാരസ ബ്രാഹ്മണ ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ് മാനേജർ നരസിംഹ കമ്മത്ത് നിങ്ങളെ കാണാനായി വന്നിരിക്കുന്നു. നമ്മുടെ ഹോട്ടൽ
ഇവിടെ നമ്മുടെ അപ്പാവായിട്ട് ചെയ്തു വെച്ചതാണ്. உங்களுக்கு പരിചയമുണ്ടെങ്കിൽ ദോശ, ചപ്പാത്തി, ഇഡ്ഡലി, പൂരി ഇതും പോതും. നമ്മുടെ ഭാര്യ രുക്മിണി ദേവി നമ്മൾ വേലി ചെയ്തിട്ട് 6 കൊല്ലമായി, എന്നിട്ടും ഇല്ല എന്ത് പ്രശ്നം. അത് 2 നാളികേരം തിരുമൽ ദേവന് കാഴ്ചവെച്ചു. നാളികേരം 2, അപ്പോൾ കുട്ടികളും 2. നാളികേരം ഒന്ന് പിൻവലിച്ചു, കുട്ടി ഒന്ന് സത്തു. ഇപ്പോൾ ആ ഒരേ ഒരു നാളികേരം കൊണ്ട് കുട്ടികൾ 8 പേരെയായി. ഇപ്പോൾ രുക്മിണി പറയുന്നു നാളികേരം പിൻവലിക്കൂ. ഹലോ, ഓക്കെ. പ്രത്യേകം നന്ദി, അഭിനന്ദനങ്ങൾ. ഇതുണ്ടോ അമ്മച്ചി കേട്ടിട്ടുണ്ടോ? കൊള്ളാം. ക്രിസ്മസ് ദിനത്തിൽ എല്ലാ വീടുകളും സന്ദർശിച്ച് ക്രിസ്മസ് സന്ദേശം എത്തിക്കുകയല്ലേ എന്റെ ദൗത്യം. കണ്ടോടാ, ക്രിസ്മസ് ഫാദർ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നത്. തള്ളേ, ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്ത് ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുതെന്ന്. ഞാൻ നിന്നോട് ഈ രാത്രിയിൽ വന്നിരിക്കുന്നത് എന്തിനാണോ? ഇപ്പോഴത്തെ കാലമാണ്, ഒന്നിനെയും വിശ്വസിക്കാൻ ഒക്കത്തില്ല. കേറിപ്പോത്തല്ലേ. എന്താ മോനെ ഈ നല്ല ദിനത്തിൽ കാണിക്കുന്നത്? തനിക്ക് എന്താ കാര്യം? എന്റെ കാര്യം ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ ആരാ? ഞാൻ ഘോഷിക്കും. അത് ചോദിക്കാൻ താൻ ആരാ? വേഷമിട്ട് വന്നിരിക്കുന്നു ഒരു ഉപദേശി. ഓടോ പുറത്തോട്ടോ. ഇതിനകത്തും എടുത്തേക്ക്. റെക്കോർഡിംഗ് ഇല്ല, ഫോട്ടോ എടുത്തു. വെറുതെ പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഉണ്ണി പിറന്നെന്ന് നമ്മൾ എത്ര ദൂരം നടന്നു, ഇതുവരെ കണ്ടില്ലല്ലോ. വെറുതെ അല്ല മക്കളെ, കേട്ടത് ശരിയാണ്. ബെത്ലഹേമിൽ ഉദിച്ചുയർന്ന ദീപപ്രകാശമായി ലോകർക്ക് സന്തോഷമരളിക്കൊണ്ട് സന്തോഷത്തിന്റെ സദ്വാർത്തയായി ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു. രാജാവിരുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു. മലവീഥിയൊരുക്കി മാലാഖമാർ, പുൽമെത്തയൊരുച്ചു ഇടയന്മാർ. രാജാവിരുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു. മലവീഥിയൊരുക്കി മാലാഖമാർ, പുൽമെത്തവിരിച്ചു ഇടയന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തിതൻ ദൂതുമാർ വാനത്തിൽ ദൂതന്മാർ പാറിപ്പറന്നു പാടിയല്ലോ. സന്മനസ്സുള്ളോർക്കു രക്ഷകനായി, രക്ഷകനാഗതനായി.
മോദത്തിൽ ചാടി സ്വർഗത്തിൽ വാനവരും ആമ്പലെല്ലാം കണ്ണു ചിന്തി ഹല്ലേലൂയ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ളതും ഇമ്മാനുവേൽ എന്ന രക്ഷകൻ നമ്മളിൽ പിറന്നിരിക്കുന്നു. നന്മ മാത്രമുള്ളവർക്ക് രക്ഷകനെ സ്വീകരിക്കാം. തിരുസഭ നീലവിഹായത്തിൽ ഒരു നവതാരകമായി മിന്നും ഇരുണ്ട പാതകൾ തോറും തൂകൂ പ്രകാശം നീളേ പാപ്പ ജയിക്ക നീണാൻ പൊന്നിൻ കിരീടം ചൂടി